നമസ്കാരം. നമ്മൾ കുഞ്ഞു നാളിൽ തൊട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങൾ പലതും നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുമായിരുന്നു. അല്ലേ? ഇപ്പം ഉദാഹരണത്തിന് മരണം, പ്രേതം ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കൊരിക്കലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്ത സാധനമാണ് വിത്ത് സയൻസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഡെത്ത് എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. അതേ കണക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സൂര്യഗ്രഹണം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്ത് എന്തോ വലിയ ദൈവം നമ്മളോട് കാണിക്കുന്ന എന്തോ വലിയ തെറ്റായിട്ടായിരുന്നു ഒരു സമയത്തൊക്കെ ഇതിനെപ്പറ്റി ഒരു വാദം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മൂമ്മയുള്ള സമയത്തൊക്കെ പറയുമായിരുന്നു, ഈ സൂര്യഗ്രഹണമുള്ള സമയങ്ങളിൽ പറയും, ആ സമയത്ത് ഫുഡ് വെച്ചുകൂടാ, ആ സമയത്ത് ഭയങ്കര വിഷവാതകങ്ങളാണ് വരുന്നത്, നേരിട്ട് നമ്മൾ കണ്ണ് വെച്ച് നോക്കിക്കൂടാ എന്ന് പറയുന്ന രീതി. ശരിക്കും നേരിട്ട് ഡയറക്റ്റ് നോക്കിക്കൂടാ എന്ന് തന്നെയാണ് പറയുന്നത്. അത്രയ്ക്ക് ലൈറ്റിൻ്റെ പവർ കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്നൊക്കെ ഒരു സയൻസ് തന്നെ പറയുന്നുണ്ട്. സോ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫുഡ് വയ്ക്കാൻ പാടില്ല, ആ സമയത്ത് വേറെ ഒന്നും പാടില്ല, ദൈവത്തിനെ പ്രാർത്ഥിച്ചിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു കാലത്ത് ഇതിനെപ്പറ്റി ഇതൊരു ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ പിന്നെ സയൻസ് വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം അത് ഒരു ഇതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോ അത് കണക്കൊരു സംഭവമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ പറയാം ഈ അറോറാസ് എന്ന് പറയുന്നത്. അറോറാസ് എന്ന് പറയുമ്പം നമ്മുടെ നമ്മളെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള നമ്മളെ ധ്രുവപ്രദേശങ്ങളിലേക്ക് ഈ രാത്രി കാലങ്ങളിൽ ഒരു ലൈറ്റിൻ്റെ ഒരു ഒരു ഷോ ഉണ്ട്. ലൈറ്റിൻ്റെ ഷോ എന്ന് പറയാൻ പറ്റത്തില്ല, എന്താ പറയുക, ഒരു നമ്മളിപ്പോൾ ഈ മഴ കഴിഞ്ഞ ശേഷം ഒരു വെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു റെയിൻബോ കാണുന്ന പോലെ ആ ഒരു സയൻസ് പോലെ തന്നെ ധ്രുവ പ്രദേശങ്ങളിൽ പോളാർ റീജിയണിലായിരിക്കും മെയിനായിട്ട്. പോളാർ മാത്രമല്ല, ഇപ്പോൾ ഇവൻ ലഡാക്കിൽ തന്നെ കഴിഞ്ഞ മാസം മെയ്യിൽ ഒരു സ്കൈയിൽ ഒരു അറോറ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2024 സോളാറിലെ സൺ മാക്സിമം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂര്യനിലെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി അതിൻ്റെ പീക്കിലെത്തുന്ന ഒരു മാസമാണിത്. ഇത് മാത്രമല്ല, അടുത്ത മാസം ജൂലൈ എൻഡ് വരെ ഇത് ആ സമയത്തൊക്കെ ആയിരിക്കും ഏറ്റവും മാക്സിമം പീക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് നോർത്തേൺ അറ്റ്ലാന്റ് അല്ലെങ്കിൽ അമേരിക്ക, ഫ്ലോറിഡ പോലുള്ള സ്ഥലങ്ങളിൽ ഈ അറോറ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വിസിബിളായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്. സൂര്യൻ എന്ന് പറയുന്നത് ഒരു കത്തി ജ്വലിക്കുന്ന ഒരു സ്റ്റാറാണ്, എല്ലാവർക്കും അറിയാം. അവിടെ എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട് പല ഏരിയകളിൽ. ഇപ്പം ഏരിയ 364 എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സൂര്യൻ്റെ ഒരു ഗൂഗിൾ ഇമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ഏരിയകളിൽ ഭയങ്കര ഡാർക്ക് സ്പോട്ടായിട്ട് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കലൈസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അപ്പം അവിടെയുള്ള സംഭവം എന്ന് പറയുന്നത് അവിടെ മറ്റ് ഏരിയ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളിൽ എന്താ പറയുക, ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറവെന്ന് നോക്കുമ്പോൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3500 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 35 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. ആ ഡാർക്ക് സ്പോട്ടിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചുറ്റുമുള്ളതിനേക്കാളും കുറവാണ്. അത് എത്രയാണ്? 3500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ചുറ്റുമുള്ള എത്രയാണ് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല, അത്രയ്ക്ക് ടെമ്പറേച്ചർ ആണ്. സോ 5500 തൊട്ട് മുകളിലോട്ട് പോകും ബാക്കിയുള്ള ഭാഗങ്ങൾ. അത്രയും വലിയ ഒരു തീഗോളം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതാണ് ശരിക്കും നമ്മുടെ പ്രൈം എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളമോ അല്ലെങ്കിൽ ഫുഡോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാത്തിൻ്റെയും മൂലക അടിസ്ഥാനം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്ന് വരുന്ന എനർജി കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഭൂമിയിൽ ഓരോ ദിവസവും ജീവിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഓക്സിജൻ തരുന്നത് ആരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെടികളിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനാണ്. ചെടിക്ക് ആരാണ് എനർജി കൊടുക്കുന്നത്? ചെടിക്ക് എനർജി കൊടുക്കുന്ന ഈ സൂര്യനാണ്. സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല. പക്ഷേ സൂര്യൻ ഓവറായാലോ, നമ്മുടെ അയണോസ്ഫിയർ നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഒരു എന്താ പറയുക, നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ട് പല ലെയറായിട്ട്. ഇപ്പോൾ ഓസോൺ പാളിയിൽ വിള്ളൽ വീണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ പണ്ടൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. കാരണം അതിന് വിള്ളൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് തൊട്ട് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആ സമയത്ത് ഒരുപാട് ബുക്കുകളിലും ആൾക്കാരൊക്കെ തോരാൻ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും വലിയ സംസാരവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അതൊക്കെ ഒരുപാട് സമൂഹത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും അധികം പറയുന്നില്ല. പക്ഷെ അന്നുണ്ടായതിനേക്കാളും ഒരു 100 ഇരട്ടി അതിലൊക്കെ വിള്ളൽ ഇന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്രമാത്രം നമ്മൾ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ടോട്ടലി.
സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ലെയേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സൂര്യനിൽ നിന്ന് വരുന്ന ശരിക്കും ആവശ്യമുള്ള കിരണങ്ങൾ മാത്രമേ നമ്മുടെ ഭൂമിക്ക് അകത്തോട്ട് പ്രവേശിക്കുന്നുള്ളൂ. അതല്ലാത്ത വളരെ ഹാംഫുള്ളായ എന്തുവാ കിരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈവൻ ഒരു 37°C അല്ലെങ്കിൽ 40, 50 ഒക്കെ നമ്മൾ എത്തുമ്പോൾ തന്നെ എത്ര പേരാണ് മരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ടെമ്പറേച്ചർ ഭൂമിക്കകത്ത് എത്താനുള്ള ചാൻസ് ശരിക്കും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റ് ഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ. അതിലെ മറ്റ് ഗ്രഹങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെയുള്ള റേഡിയേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എക്സ്പോഷർ ഭയങ്കര വലുതാണ്. അവിടെ ജീവൻ നിലനിൽക്കാത്തതിന് ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ് പറയപ്പെടുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ അറോറ ഉണ്ടാവുന്നതെന്നാണ്. ഇപ്പം ഈ പറഞ്ഞ സോളാർ സൈക്കിളിൽ ഒരു 11 ഇയർ 13 ഇയർ ലാസ്റ്റ് ഉണ്ടായ 2014 പറയുന്നത്. അപ്പോൾ ഒരു 13-11 വർഷത്തിൻ്റെ ഇടയ്ക്കാണ് ഈ സോളാർ സൈക്കിൾ ഇങ്ങനെ മാറി വരുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും ഏറ്റവും പീക്ക് ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ആക്ടിവിറ്റി ഉണ്ടാകുന്ന സമയത്ത് അത് മാക്സിമം ആയിട്ട് ഇതിൻ്റെ എനർജി റിലീസ് ചെയ്യും. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡുള്ള ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും ഭയങ്കരമായിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് ഹെവി മാഗ്നറ്റിക് ഫീൽഡുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരുടെ ഈ ഭാഗത്തുള്ള എനർജിയും അങ്ങ് ബസ്റ്റായിട്ട് അങ്ങ് ഫ്ലെയർ അപ്പ് ആയിട്ട് പോകും. അപ്പോൾ ആ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എക്സ്റേൻ്റെ പവർഫുള്ളായിട്ട് ആ രീതിയിലാണ് ഭയങ്കരമായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. സോ അത് ചെന്നിട്ട് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇപ്പം അയണോസ്ഫിയറിൽ വന്നിട്ട് അവിടെയുള്ള ഇപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മറ്റേ പോളാർ റീജിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ മാത്രം അറ്റ്ലാന്റ് അല്ലെങ്കിൽ നോർവേ ആ ഭാഗങ്ങളിലായിരിക്കും മെയിനായിട്ട് ഇത് കാണുന്നത്. കാരണം അവരുടെ ഒരു ടെമ്പറേച്ചറിൻ്റെ ഒരു ഇഷ്യൂ, അവിടുത്തെ ഉള്ള ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് അതെല്ലാം കൂടെ വന്നിട്ട് ഈ പറയുന്ന എക്സ്റേ ഈ ലൈറ്റ് പാർട്ടിക്കിൾസ് വന്ന് ഡയറക്റ്റ് വന്നിട്ട് അവിടെ ഈ അയണോസ്ഫിയറിൽ ഒരു കൊളിഷൻ സംഭവിക്കും. ആ കൊളിഷനാണ് ശരിക്കും നമ്മൾ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, പിങ്ക്, റെഡ് ഇങ്ങനെയുള്ളൊരു കളർ കോമ്പിനേഷനായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇനി ഈ സോളാറിൻ്റെ ഒരു സൺ മാക്സിമം എന്ന് പറയുന്ന പ്രതിഭാസം അല്ലെങ്കിൽ ഒരു സണ്ണിൻ്റെ ഏറ്റവും പീക്ക് ആക്ടിവിറ്റി സംഭവിക്കുന്ന സമയത്ത് ഇത്രയും വലിയ ലാർജ് എമൗണ്ട് ഇത് വരും. ലാർജ് എമൗണ്ട് വരുമ്പോൾ ഇതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, ഈ അറോറ കാണുന്നത് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്കത് എന്താ പറയുക, ഒരു റെയിൻബോയോ കാണുന്ന കണക്കല്ല അത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ശരിക്കും അവിടെ ഈ നോർവേയിലൊക്കെ പോകുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് ഭയങ്കര ഹൈ, അതിനകത്ത് തന്നെ ഏറ്റവും ആൾട്ടിറ്റ്യൂഡിൽ ഏറ്റവും ഹൈയിൽ പോയാൽ മാത്രമേ രാത്രികളിൽ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ പാസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്ന സംഭവം ശരിക്കൊരു അമേസിങ് ആയ സ്റ്റഫാണ്. നമുക്കത് എത്ര പറഞ്ഞാൽ നമുക്കത്